മുതലപ്പുഴയിൽ വള്ളം മറിഞ്ഞ മത്സ്യത്തൊഴിലാളികൾക്ക് പരിക്ക്. ഇന്ന് പുലർച്ചെ മത്സ്യബന്ധനം കഴിഞ്ഞ് വന്ന വള്ളം അഴിമുഖത്ത് അപകടത്തിൽപ്പെടുകയായിരുന്നു. പുതുക്കുറിച്ചി സ്വദേശിയുടെ വള്ളമാണ് അപകടത്തിൽപ്പെട്ടത്. വിവരങ്ങളുമായി ടിൻഡു ചേരുന്നു. ടിൻഡു, ഈ മുതലപ്പുഴയിലെ അപകടങ്ങൾക്ക് അവസാനമില്ല. ഇന്ന് വീണ്ടും ഒരു അപകടം വള്ളം മറിഞ്ഞുണ്ടായ സാഹചര്യം. ഈ പരിക്കേറ്റ മത്സ്യത്തൊഴിലാളികളുടെ ആരോഗ്യസ്ഥിതി എങ്ങനെയുണ്ട്? എന്താണ് സംഭവിച്ചതെന്നാണ് മനസ്സിലാക്കേണ്ടത്? ലക്ഷ്മി, ഇന്ന് പുലർച്ചെ 5 മണിക്ക് മത്സ്യബന്ധനം മത്സ്യബന്ധനത്തിന് പോയ വള്ളമാണ് ഇത്തരത്തിൽ അപകടപ്പെട്ടതെന്നാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. അപകട സമയത്ത് തന്നെ 2 പേർക്ക് പരിക്കേറ്റിട്ടുണ്ട്. കഠിനംകുളം പുതുക്കുറിച്ചി സ്വദേശി സുധീറിന്റെ ഉടമസ്ഥതയിലുള്ള വള്ളമാണ് അപകടത്തിൽപ്പെട്ടത്. 2 പേരെയും ചിറയൻകീഴ് താലൂക്ക് ആശുപത്രിയിൽ പരിക്കുകളോടുകൂടി പ്രവേശിപ്പിച്ചിട്ടുണ്ട്. ഒരാളുടെ കാലിന് ഗുരുതരമായിട്ടുള്ള പരിക്ക് പറ്റിയിട്ടുണ്ട്. കാല് അഴിമുഖത്ത് വീഴുന്ന സമയത്ത് പാറക്കല്ലിന്മേൽ ഇടിച്ചു പൊട്ടിയാണ് പരിക്ക് പറ്റിയിട്ടുള്ളത്. മറ്റൊരാളുടെ മുൻനിരയിലെ 4 പല്ലുകൾ പോയിട്ടുണ്ട്. അതുപോലെ തന്നെ കൈക്കും കാലിനുമൊക്കെ ഒടിവും സംഭവിച്ചിട്ടുണ്ട്. നമുക്കറിയാം, സംസ്ഥാനത്ത് നിലവിൽ ഇപ്പോൾ ട്രോളിംഗ് നിരോധനമാണ്. പക്ഷേ പരമ്പരാഗത മത്സ്യത്തൊഴിലാളികൾക്ക് ട്രോളിംഗ് നിരോധനം ബാധകമല്ല. അത്തരത്തിൽ പരമ്പരാഗതമായി മത്സ്യബന്ധനത്തിൽ ഏർപ്പെട്ട് ജീവിക്കുന്ന വിഭാഗത്തിൽപ്പെട്ട 2 പേരാണ് ഇത്തരത്തിൽ മത്സ്യബന്ധനത്തിന് പോയത് എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇത് ചെറിയ വള്ളത്തിലാണ് മത്സ്യബന്ധനത്തിൽ പോയത്. ശക്തമായ തിരമാലയിൽപ്പെട്ട വള്ളം മണൽക്കൂനയിലേക്ക് ഇടിച്ചു കയറുകയും തുടർന്ന് പുലിമുട്ടിലേക്ക് അടിച്ച് കയറി അപകടം സംഭവിക്കുകയും ചെയ്തു എന്നാണ് ഇവർ പോലീസിനോടും കോസ്റ്റ് ഗാർഡിനോടും ഒക്കെ പറഞ്ഞിട്ടുള്ളത്. ഇന്നും മത്സ്യത്തൊഴിലാളികളുടെ ക്ഷേമ പ്രവർത്തനങ്ങളെ പറ്റിയും മത്സ്യത്തൊഴിലാളികൾക്ക് ആവശ്യമായിട്ടുള്ള സൗകര്യങ്ങൾ, മുതലപ്പുഴയുടെ അപകടങ്ങൾ പരിഹരിക്കാൻ വേണ്ടി ചെയ്യാവുന്ന കാര്യങ്ങൾ തുടങ്ങിയവയെ പറ്റിയൊക്കെ വകുപ്പ് മന്ത്രി നിയമസഭയിൽ വാദോരാതെ സംസാരിക്കുന്നുണ്ടായിരുന്നു. അതിനിടയിലാണ് ഇത്തരത്തിലൊരു അപകടം വീണ്ടും സംഭവിച്ചിട്ടുള്ളത്. എന്തായാലും നിലവിൽ ഇപ്പോൾ 2 പേരെയും പരിക്കുകളോടുകൂടി ചിറയൻകീഴ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ജീവൻ രക്ഷപ്പെട്ടു. പരിക്കുകളാണ് ഉള്ളതെങ്കിൽ പോലും ഈ ജീവനോപാധിയായ ഈ ചെറിയ വള്ളമുണ്ടല്ലോ, അത് മറിഞ്ഞു കിടക്കുന്ന ദൃശ്യങ്ങൾ കാണുമ്പോൾ അതിന് സാരമായ കേടുപാട് ഉണ്ടായിട്ടുണ്ടാവുമല്ലോ, അല്ലേ? തീർച്ചയായും ഈ മത്സ്യബന്ധനത്തിന് പോകുമ്പോഴാണ് ഇത്തരത്തിലുള്ള അപകടം സംഭവിച്ചിട്ടുള്ളത്. വള്ളം ഈ കല്ലിലിടിച്ച് തകർന്നിട്ടുണ്ട്. അതോടൊപ്പം തന്നെ മത്സ്യബന്ധന ഉപകരണങ്ങൾ, വല ഉൾപ്പെടെയുള്ള മത്സ്യബന്ധന ഉപകരണങ്ങളും നശിച്ചിട്ടുണ്ട്. സമാനമായ നിലയിൽ തന്നെയാണ് എല്ലാ തവണയും ഇത്തരത്തിൽ അപകടങ്ങൾ ഉണ്ടാകുമ്പോൾ വള്ളവും വലയും ഒക്കെ നശിക്കുന്ന ഒരു രീതി തന്നെയാണ് ഇവിടെ ഉണ്ടായിട്ടുള്ളത്. അതോടൊപ്പം തന്നെ ഈ അഴിമുഖം ചങ്ങലയിട്ട് ബന്ധിച്ച് അഴിമുഖത്ത് നിന്നും കടലിലേക്കുള്ള പ്രവേശനം നിരോധിക്കുന്നതുമായി ബന്ധപ്പെട്ട ചർച്ചകളൊക്കെ ഇപ്പോൾ പുരോഗമിച്ചു വരികയാണ്. എന്തായാലും നിലവിൽ ഈ സാഹചര്യത്തിൽ, അല്ലെങ്കിൽ ട്രോളിംഗ് നിരോധനമുള്ള സാഹചര്യത്തിൽ പരമ്പരാഗത മത്സ്യബന്ധനത്തിന് പോകുന്നവർക്ക് തടയിടാനായിട്ട് ഇത്തരത്തിലുള്ളൊരു ചങ്ങലയിട്ടുള്ളൊരു തടസ്സത്തിലേക്ക് പോകില്ല എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എന്തായാലും ട്രോളിംഗ് നിരോധനം ഏർപ്പെടുത്തിയിട്ടുണ്ട്. അതിന് പുറമെയാണ് ഇത്തരത്തിൽ പരമ്പരാഗത മത്സ്യബന്ധനത്തിന് പോകുന്നവരാണ് അപകടത്തിൽപ്പെടുന്നത്, അല്ലെങ്കിൽ അത്തരത്തിലുള്ളവരാണ് ഇന്ന് രാവിലെ അപകടത്തിൽപ്പെട്ടത്. ലക്ഷ്മി.